the taste of your mind. Kiwi ice cream. Chill the fun. ഇങ്ങനെയൊരു അവസ്ഥ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. 3 തവണയാണ് അസമിലേക്ക് പോകാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നത്. ഒന്നാമത്തെ തവണ എന്ന് പറയുന്നത് കേലോ ഇന്ത്യയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗുവാഹത്തിയിൽ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ തനി സ്വഭാവം അറിയുമെന്ന് അവിടെയുള്ള പല സംഘടനകളും പരസ്യമായി ഭീഷണിപ്പെടുത്തിയത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ്. ഒടുവിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നരേന്ദ്രമോദി തന്നെ അസമിലേക്ക് താൻ പോകുന്നില്ല എന്ന് ഭയത്തോടെ ഈ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ വ്യക്തമായി കാരണം കാണിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം അസമിലേക്ക് പോകാനൊരുങ്ങിയ നരേന്ദ്രമോദിയോട് ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞത് അസമിലെ BJP മുഖ്യമന്ത്രി തന്നെയാണ്. ഇവിടത്തേക്ക് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുരക്ഷാ ഉറപ്പ് നൽകാൻ സാധിക്കില്ല എന്ന് അസമിലെ മുഖ്യമന്ത്രി തന്നെ നരേന്ദ്രമോദിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അടുത്ത നാണക്കേട് നരേന്ദ്രമോദിയെ തളർത്തിയത് ചെറുതായിട്ടൊന്നുമല്ല. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ അസമിലേക്ക് പോയി ഈ 2 പ്രാവശ്യവും പോകാത്തതിൻ്റെ ശക്തമായ ഒരു തിരിച്ചടി അവിടെയുള്ള പ്രതിഷേധക്കാർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് നരേന്ദ്രമോദി അടുത്ത ഒരു തീരുമാനമെടുത്തു. വരുന്ന വെള്ളിയാഴ്ച ദിവസം നരേന്ദ്രമോദി അസമിലേക്ക് പോകാൻ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. പക്ഷേ അവിടെയും കിട്ടി നരേന്ദ്രമോദിക്ക് ഒരു 8ന്റെ പണി. ഇപ്രാവശ്യം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് അസം സ്റ്റുഡൻസ് യൂണിയനാണ്. അസമിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സംഘടനയായിട്ടുള്ള അസം സ്റ്റുഡൻസ് യൂണിയൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നരേന്ദ്രമോദി പൗരത്വ നിയമം റദ്ദ് ചെയ്യാതെ, പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കാതെ അസമിന്റെ മണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ തനി സ്വഭാവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചറിയും. അത് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നരേന്ദ്രമോദിക്കു നേരെ കൈവരുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് അസമിലെ പൊതുജനമടങ്ങുന്ന അസം സ്റ്റുഡൻസ് യൂണിയൻ വിളിച്ചു പറഞ്ഞു. വെള്ളിയാഴ്ച നരേന്ദ്രമോദി പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ അസമിൽ നിന്നും വീണ്ടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സമരങ്ങളും നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വരും എന്നുള്ള ഭയം അസം മുഖ്യമന്ത്രി തന്നെ നരേന്ദ്രമോദിയോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു എന്നതാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ വെള്ളിയാഴ്ച നരേന്ദ്രമോദി അസമിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് കേൾക്കുമ്പോൾ പോലും BJPക്കാർ പറയുന്നു അസമിലേക്ക് നരേന്ദ്രമോദി വെള്ളിയാഴ്ച പോകും എന്ന്. എന്നാൽ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ പൊതുജനം തെരുവിലിറങ്ങി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രതിഷേധം നേരിട്ട് തന്നെ അറിയിക്കുമെന്ന് അസമിലെ പൊതുജനം വിളിച്ചു പറയുമ്പോൾ മോദി പോകില്ല എന്നാണ് പലരും പറയുന്നുള്ളത്. എന്തായാലും ഇമ്മാതിരി നാണംകെടൽ ഈ അടുത്തൊന്നും ഒരു പ്രധാനമന്ത്രിക്കും ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.